ലോകത്തെ ഒരിക്കൽ കൂടി അമ്പരപ്പിച്ച് ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിന് വിരാമം കുറിക്കുകയാണ് ജൂലൈ 4 ചൊവ്വാഴ്ച. ആനന്ദ് ടിവിയോടൊപ്പം ആ കണക്കുകളും വസ്തുതകളും ഒറ്റനോട്ടത്തിൽ ഒന്ന് കണ്ടുവരാം. എല്ലാ 5 വർഷം കൂടുമ്പോഴും നടക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ സ്കൂൾ തലം മുതൽ പറഞ്ഞു പഠിച്ച ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിന്റെ 18ാം എഡിഷൻ പൂർത്തിയാവുകയാണ്. 97 കോടിയോളം വോട്ടർമാരുണ്ടായിരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. പറഞ്ഞു തുടങ്ങിയാൽ അവസാനിക്കാത്ത അത്ര സവിശേഷതകളുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിന്. അവയിൽ നാം അറിയാത്ത ഒരുപാട് വൈവിധ്യമാർന്ന വിശേഷങ്ങളും കണക്കുകളുമുണ്ട്. അവയൊന്ന് എത്തിനോക്കാം. 2024 മാർച്ച് 16-നാണ് രാജ്യത്ത് 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാൻ കുറഞ്ഞത് 2 വർഷത്തെ മുന്നൊരുക്കമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യമായി വന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 2022 മുതലേ രാജ്യത്ത് ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നതാണ് പലരും അറിയാത്തൊരു വസ്തുത. സാങ്കേതിക വിദ്യകളിലെ അപ്ഡേഷൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, പോളിംഗ് സ്റ്റേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ കണ്ടെത്തുക, മതിയായ അവലോകനങ്ങൾ നടത്തുക, വോട്ടിംഗ് ബോധവൽക്കരണം എന്നിങ്ങനെ വിപുലമായ അണിയറ ഒരുക്കങ്ങളാണ് ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കഴിഞ്ഞ 2 വർഷക്കാലം രാജ്യത്ത് നടന്നത്. ഇതിനെല്ലാം ഒടുവിലായിരുന്നു കഴിഞ്ഞ മാർച്ച് 16-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. കൂടുതൽ വോട്ടർമാരെ ആകർഷിക്കുക, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, പട്ടിക പുതുക്കുക, അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നിങ്ങനെ ഏറെ കടമകൾ രാജ്യം പോളിംഗ് ബൂത്തിലെത്തും മുൻപ് ഇലക്ഷൻ കമ്മീഷന് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ വലിയ പ്രവർത്തനങ്ങളിൽ ഒന്ന്. ഇതിലൊന്നും അവസാനിക്കുന്നില്ല. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുക, സമാധാനപരമായ ഇലക്ഷനായി കനത്ത സുരക്ഷയൊരുക്കുക, 7 ഘട്ടമായി പോളിംഗ് പൂർത്തിയാക്കുക എന്നിങ്ങനെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം മുതൽ ബൂത്ത് തലം വരെ പടർന്നു കിടക്കുന്ന വിപുലമായ ഇലക്ഷൻ സംവിധാനങ്ങൾക്കൊപ്പം 2000-ഓളം പ്രത്യേക തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഉൾപ്പെടുന്നതായിരുന്നു ഇതിനുള്ള തയ്യാറെടുപ്പുകൾ. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 543 മണ്ഡലങ്ങൾ, 140 കോടിയിലധികം ജനങ്ങൾ, 97 കോടിയോളം വോട്ടർമാർ, 2660 രാഷ്ട്രീയ പാർട്ടികൾ, 8360 സ്ഥാനാർത്ഥികൾ, 10 ലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകൾ, 1.5 കോടി വോട്ടിംഗ് ഉദ്യോഗസ്ഥർ, ലക്ഷക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ. കണക്കുകളിൽ തന്നെയുണ്ട് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിന്റെ മഹാവിസ്തീർണം. രാജ്യത്തെ 97 കോടിയോളം വോട്ടർമാർ എന്ന കണക്ക് ലോക ജനസംഖ്യയുടെ 10% വരുമെന്ന് അറിയുക. പർവ്വതങ്ങളും മലകളും കാടുകളും പുഴകളും കടലുകളും തടാകങ്ങളും നിബിഡ വനങ്ങളും മരുഭൂമിയും അടക്കം ഭൂമിശാസ്ത്രപരമായി വൈവിധ്യമേറിയതാണ് ഇന്ത്യ. വലിപ്പത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമെന്ന വിശേഷണമുള്ള മഹാരാജ്യത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിൽ വിജയകരമായി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ 97 കോടി വോട്ടർമാർ എന്ന മഹാസംഖ്യ അമേരിക്ക, റഷ്യ, ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ കൂടിച്ചേരുന്ന ജനസംഖ്യയേക്കാൾ ഏറെയാണ്. ഉത്തർപ്രദേശിലെ മാത്രം ജനസംഖ്യ ജർമ്മനി പോലുള്ള വമ്പൻ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ് എന്നറിയുമ്പോഴാണ് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആഴവും പരപ്പും ബോധ്യമാവുക. പരമാവധി 500 വോട്ടർമാരെ ഉൾക്കൊള്ളും വിധമാണ് ഓരോ പോളിംഗ് ബൂത്തും തയ്യാറാക്കിയിരുന്നത്. 24 കോടിയോളം ജനസംഖ്യയുള്ള യുപിയിൽ മാത്രം 1.6 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന വോട്ടെടുപ്പിൽ അർഹരായ എല്ലാ പൗരന്മാരുടെയും സമ്മതിദാന അവകാശം ഉറപ്പുവരുത്താൻ പോസ്റ്റൽ വോട്ടും സർവീസ് വോട്ടും ഹോം വോട്ടും ഉണ്ടായിരുന്നു. ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിലേറെ പ്രായമുള്ളവർക്കുമായി വോട്ട് ഫ്രം ഹോം സംവിധാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തിയത്. ഇതിനായി 85 വയസ്സിന് മുകളിലുള്ള 81 ലക്ഷം പേരും ഭിന്നശേഷിക്കാരായ 90 ലക്ഷം പേരും രജിസ്റ്റർ ചെയ്തു. ഇവരിൽ മിക്കവരും ഈ പ്രത്യേക അവസരം വിനിയോഗിച്ചു. 7 ഘട്ടമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 വോട്ടെടുപ്പ് നടന്നത്. പോളിംഗിന്റെ ആദ്യഘട്ടം ഏപ്രിൽ 19-നും, 2ാം ഘട്ടം ഏപ്രിൽ 26-നും, 3ാം ഘട്ടം മെയ് 7-നും, 4ാം ഘട്ടം മെയ് 13-നും, 5ാം ഘട്ടം മെയ് 20-നും, 6ാം ഘട്ടം മെയ് 25-നും, 7ാം ഘട്ടം ജൂൺ 1-നും നടന്നു. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തിയത്. ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയിൽ ഇക്കുറി വിജയകരമായി വോട്ടെടുപ്പ് നടന്നു. വലിയ അക്രമ സംഭവങ്ങൾ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. സുതാര്യമായ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനായി രാജ്യമെമ്പാടുമുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വീഡിയോയും ലൈവ് വെബ്കാസ്റ്റും ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തി.
വീഡിയോകൾ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും ടീം ഇവിടെ സജ്ജമായിരുന്നു. ഇതിനു പുറമെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ചിലവുകൾ അടക്കം നിരീക്ഷിച്ചത്. സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനും പ്രത്യേക നിരീക്ഷകരുടെ സാന്നിധ്യം ഗുണകരമായി. രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന 2 സീറ്റുകൾ മാറ്റി നിർത്തിയാൽ 543 സീറ്റുകളിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്നത്. 277 സീറ്റുകളാണ് അധികാരത്തിലെത്താൻ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിനായി ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വേണ്ടത്. പ്രധാനമന്ത്രി പദത്തിൽ ഹാട്രിക് ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിയുടെ NDA മുന്നണിയും പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണിയും തമ്മിലായിരുന്നു പ്രധാന അംഗം. മോദിയെ വീണ്ടും മുന്നിൽ നിർത്തി NDA തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ മനസ്സിലെ പ്രധാനമന്ത്രി ആരെന്ന് വ്യക്തമാക്കാൻ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും രാജ്യവും ലോകവും കാത്തിരിക്കുന്ന ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജൂൺ 4-ന് അറിയാം. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി 353 സീറ്റുകളുമായാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. BJP ഒറ്റയ്ക്ക് 303 സീറ്റുകൾ 2019 പിടിച്ചു. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ ഏറെയായിരുന്നു ഈ സംഖ്യ. ഇത്തവണ NDA 400 സീറ്റുകളുടെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ മനസ്സിലെ പ്രതീക്ഷ.